വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോൾട്ട് ആൻഡ് പെപ്പർ. അപ്പൊ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നിങ്ങൾക്ക് അറിയണോ, ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാനിന്ന്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ ഡേ ബൈ ഡേ ഇങ്ങനെ മുകളോട്ട് പൊക്കണ്ടേ ഇരിക്കുന്നു. അത് നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാകട്ടോ. ഒരുപാട് വ്യൂവേഴ്സ് ശരിക്കും പറയുകയാണെങ്കിൽ സ്ഥിരമായിട്ട് വരുന്നുണ്ട്. അവരൊക്കെ എനിക്ക് കമന്റ് ചെയ്യാറുണ്ട്. ഇവരൊക്കെ പേര് കാണുമ്പോൾ തന്നെ എനിക്കിപ്പോൾ അറിയാം. എല്ലാവരുടെ പേര് എനിക്ക് ഇപ്പം തന്നെ വിളിച്ചു പറയണമെന്നുണ്ട്. ഇനിയിപ്പോൾ ഞാനും എല്ലാവരും മിസ്സായിപ്പോയെങ്കിൽ അത് അവർക്ക് വിഷമമാകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. എന്തായാലും ഈ ചാനൽ വഴി എനിക്ക് കുറേ ബ്രദേഴ്സിനെയും സിസ്റ്റേഴ്സിനെയും കുഞ്ഞനീത്തിമാരെയും ഇവിടെ അളിയന്മാരും ഇവരൊക്കെ പറയുമ്പോൾ അവർക്ക് മനസ്സിലാവും ആരൊക്കെയാണ്. അപ്പം അങ്ങനെ കുറേ പേര് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിനൊക്കെ ഒത്തിരി നന്ദി പറയുന്നു. എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്കൊന്ന് കടന്നാലോ. ഇന്ന് വളരെ ഭംഗിയുള്ള എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നേക്കുന്നത്. നമ്മൾ ഇന്നിപ്പോൾ ഇത് ഉണ്ടാക്കാൻ പോകുന്നത് എന്നാണെന്നറിയാമോ? ഫ്ലവർ കുഷ്യൻ. ഇതാ ഞാനിവിടെ ഒരെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് തന്നെ നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഫ്ലവർ കുഷ്യൻ. കാണാമോ? നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നു എന്ന് ഞാൻ കരുതുന്നു. ഇതാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് കുഷ്യനുകളിൽ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ബെഡ്റൂം നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ബെഡിൽ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും. നമ്മുടെ കുട്ടികളുടെയൊക്കെ ബെഡ്റൂം ഒക്കെ അലങ്കരിക്കാൻ ബ്യൂട്ടിഫുൾ ആയിരിക്കും. അതുപോലെ നമ്മുടെ കാറിലൊക്കെ വെക്കാൻ ഭയങ്കര രസമായിരിക്കും. എന്തായാലും കൊള്ളാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഇതിനു വേണ്ടി ഉപയോഗിക്കാം. വെൽവെറ്റ് ഫാബ്രിക് ആയിരിക്കും ഇതിന് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടും ആപ്റ്റ് ആയിട്ടും വരുന്നത്. ഇനി നിങ്ങൾക്ക് പ്രിന്റിന്റെ ഫാബ്രിക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഇഷ്ടത്തിന് ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ ഇവിടെ വെൽവെറ്റ് ഫാബ്രിക് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കിത് കണ്ടു നോക്കിയാലോ. ഇതിനു വേണ്ടി നമുക്ക് വേണ്ടത് വെൽവെറ്റ്. ഇത് ഞാൻ ഉപയോഗിക്കുന്നത് ക്രഷ്ഡ് വെൽവെറ്റ് ഫാബ്രിക് ആണ് കേട്ടോ. ക്രഷ്ഡ് വെൽവെറ്റ്. വെൽവെറ്റിന്റെ ഫാബ്രിക് എന്തെടുത്താലും നല്ല രസമല്ലേ കാണാതെ, നല്ല സോഫ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിനെ അകത്ത് വെക്കുവാൻ വേണ്ടി നമുക്ക് അകത്തെ ആ പോർഷൻ നമുക്ക് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് പിങ്ക് ആണ്. നിങ്ങൾക്ക് യെല്ലോയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ, ബ്ലൂവോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ അതിൻ്റെ ഇൻസൈഡിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. എന്തായാലും നമുക്ക് പെറ്റൽസ് ആദ്യം കട്ട് ചെയ്യാം. അതെങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ പെറ്റലിനുള്ള ഒരു ഡിസൈൻ തേണ്ടി ഞാൻ കട്ട് ചെയ്ത് വെച്ചേക്കാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിനെ കട്ട് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നിങ്ങളൊരു ജസ്റ്റ് ഒരു പേപ്പറിലോട്ട് ഒരു കാർഡ്ബോർഡ് പീസിലോട്ടോ ഒരു പെറ്റലിൻ്റെ ഇത് നിങ്ങൾ വരച്ചെടുക്കുക. കണ്ടോ? എന്നിട്ട് നിങ്ങളിങ്ങനെ മുറിച്ചെടുക്കുക. കണ്ടോ? ഇത് കുറച്ച് കട്ടിയുള്ളൊരു കാർഡ്ബോർഡ് ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അതിനുശേഷം നമ്മുടെ തുണി വേണ്ട നിങ്ങൾക്ക് എളുപ്പത്തിൽ പണി തീർക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്നെ എടുക്കണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് 2 or 4 മടക്കിനൊക്കെ നിങ്ങളിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതനുസരിച്ച് കൂടുതൽ പെറ്റൽസ് കിട്ടും. ഇപ്പം ഞാൻ 4 മടക്കിന് ഇടുകയാണെങ്കിൽ ഇതിനെ വെച്ചിട്ട് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് 4 പീസ് കിട്ടിയില്ലേ. അപ്പോൾ ഈ ഫ്ലവർ കുഷൻ ചെയ്യാൻ വേണ്ടി നമുക്ക് മൊത്തം വേണ്ടത് 6 ഇതളുകളാണ്, 6 പെറ്റൽസ്. അപ്പോൾ ഓരോ പെറ്റൽസിനും നമുക്ക് 2 ഇതുപോലത്തെ പെറ്റൽസ് വീതം ജോയിൻ ചെയ്താണ് എടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്ക് മൊത്തത്തിൽ 12 പീസസ് വേണം. ഇതിൽ നിന്നും നമ്മളൊരു 1/4 ഇഞ്ചൂടെ അല്ല നിങ്ങൾ ഒരു ശകലം ഇടയിട്ടിട്ട് ഒന്ന് വെട്ടിയെടുക്കുക. അപ്പോൾ നമുക്കിതാ ഇതുപോലത്തെ പീസസ് കിട്ടും. കണ്ടോ? കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇതുപോലത്തെ സുന്ദരിയായ പീസസ് കിട്ടും. ഇതുപോലത്തെ 12 പീസസ്. ഇനി നിങ്ങൾ അടുത്ത് ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ഇതാണ് ഇതിൻ്റെ പുറത്തെ വശം, ഇത് അകത്തെ വശം. വെൽവെറ്റിന് നന്നായിട്ട് അകവും പുറം അറിയാൻ പറ്റും. അപ്പം നമ്മുടെ നല്ല വശവും കൂടെ ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ട് കേട്ടോ, നമ്മുടെ നല്ല വശവും ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ട് നമ്മൾ തുണിയൊക്കെ തയ്ക്കുന്ന പോലെ തന്നെ ഇതിലെ നിങ്ങൾക്ക് മെഷീനുള്ളവർ മെഷീനെ നിങ്ങളിത് ഇതിൻ്റെ അരികെ ചേർത്ത് ഇങ്ങനെ അടിച്ചെടുക്കുക. ഓക്കെ, അല്ല എന്നുണ്ടെങ്കിൽ മെഷീൻ ഇല്ലാത്തവരാണെങ്കിൽ സൂചി നൂല് ഉപയോഗിച്ച് ചെറുതായിട്ട് ഇങ്ങനെ തയ്ച്ചു കൊടുക്കുക. ഈ ഭാഗം തയ്ക്കരുത്, കാരണം ഇതിലെ വേണം നമുക്ക് പഞ്ഞിയോ അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇത് ഫില്ല് ചെയ്യാൻ ഉപയോഗിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഈ പാർട്ടിലൂടെയാണ് നമ്മൾ ഈ പാർട്ടിലൂടെയാണ് ഇതിനെ ഫില്ല് ചെയ്ത് നിറയ്ക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾ തയ്ക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയല്ലോ. അപ്പോൾ ഞാനിത് ഒന്ന് തയ്ച്ചിട്ട് വരാം. കണ്ടോ? ഞാൻ ഇതിന് ചുറ്റും ഇതുപോലെ തയ്ച്ച് കൊണ്ടുവന്നേക്കാം. അപ്പോൾ തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടുന്നത് നോക്കണ്ടേ? ഇവർക്കട്ടെ. കണ്ടോ നിങ്ങൾ? നല്ല ഭംഗിയുള്ളൊരു പെറ്റൽ നമുക്ക് കിട്ടി കേട്ടോ. നമ്മൾ തയ്ച്ച് കഴിഞ്ഞപ്പോൾ നല്ലൊരു പെറ്റലാണ് കിട്ടിയേക്കുന്നത്. ഇനി നമുക്ക് ഇതിനകം ഫില്ല് ചെയ്തെടുക്കണം. അതാണ് വേണ്ടത്. എന്തായാലും ഞാൻ ഇതിനെ ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇതുപോലത്തെ നമുക്ക് 6 പെറ്റൽസ് ഉണ്ട്. റെഡി? ഓക്കെ, അപ്പം നമുക്ക് ഇവിടം വരെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ഈ പെറ്റലിന് നടുക്ക് ഉള്ള നമ്മുടെ പോർഷൻ അല്ലേ, നമുക്ക് പെറ്റലിൻ്റെ നടുക്ക് ഉള്ള ആ പോർഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി നിങ്ങൾ ഇതുപോലെ തന്നെ കാർഡ്ബോർഡിൽ അല്ലെങ്കിൽ നിങ്ങൾ പേപ്പറിലോ ഇതുപോലെ നമ്മൾ വട്ടത്തിൽ കട്ട് ചെയ്യുന്നു. ആദ്യം നമ്മൾ തുണി 2ആയിട്ട് മടക്കി ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഇത് വെച്ച് കൊടുക്കുക. എന്നിട്ട് പേന കൊണ്ടെന്നോ അല്ല പെൻസിൽ കൊണ്ട് എന്താണെന്ന് വെച്ചാൽ മാർക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം?
നമ്മുടെ സിസേഴ്സ് ഉപയോഗിച്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങളുടെ നൂല് സൂചി ഉപയോഗിച്ച് തയ്ച്ചെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഒട്ടിച്ചതിന് ശേഷം മറിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ പല ഓപ്ഷൻസ് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അത്ര ഞാൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനെ നമ്മൾ മറിച്ചിടുക. അതാ ഇതുപോലെ മറിച്ചിടാൻ പോവാം. കണ്ടോ, നമ്മൾ മറിച്ചിടുമ്പോൾ നമുക്ക് നല്ല ഷേപ്പിലൊരു പെറ്റലാണ് കിട്ടിയേക്കുന്നത്. നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ ഇനി നമ്മുടെ പഞ്ഞിയോ ഫോമോ വട്ടേവർ സോഫ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇനി നിങ്ങൾക്ക് ഇതുപോലെ പഞ്ഞിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ സോഫ്റ്റ് കുഞ്ഞു കുഞ്ഞു തുണികളോ ഒക്കെ ഇതിനകത്ത് കയറ്റി അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇതാകുമ്പോൾ ഇങ്ങനത്തെയൊക്കെ ഉപയോഗിക്കുവാണെങ്കിൽ നമുക്ക് വാഷ് ചെയ്തിടുന്നതിനൊന്നും കുഴപ്പമില്ല. ഇത് ശരിക്കും പ്രോപ്പർ പഞ്ഞിയല്ല, ശരിക്കും പറഞ്ഞാൽ റീസൈക്ലിംഗ് എന്ന് പറയാം. ഞാനിവിടെ എൻ്റെ ഉപയോഗിച്ചിരുന്ന പഴയ ഒരു കുഷനിൽ നിന്നാണ് ഞാനിതിപ്പോൾ ഇതെടുത്തേക്കുന്നത് കേട്ടോ. നമുക്കിങ്ങനെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഫില്ല് ചെയ്യാൻ. അപ്പം നമ്മളിങ്ങനെ ഇതിലേക്ക് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇങ്ങനെ കുടുക്ക പോലെ നിൽക്കണം, എന്നാലേ ഉള്ളൂ ഇതിനെ കാണാൻ ഒരു ഭംഗി വരികയുള്ളൂ. അപ്പം നമുക്ക് ഇത് നിറച്ചങ്ങോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ഇതിനെ ഒന്ന് ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ ഇത് നല്ലതായിട്ട് ഇരുന്നോളും. മനസ്സിലായല്ലോ? അപ്പം നമ്മുടെ പെറ്റൽസ് കണ്ടല്ലോ. അപ്പം നമുക്ക് ഇതുപോലത്തെ 6 പെറ്റൽസ് ആണ് വേണ്ടത്. നമ്മുടെ 6 പെറ്റൽസും ഏകദേശം റെഡി ആയിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. ഇവരെയൊക്കെ കണ്ടോ, ഇവരെല്ലാവരും നല്ല സുന്ദരമായിട്ട് ഇരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്നത് അടുത്ത പോർഷൻ ഞാൻ അടിച്ചു വെച്ചേക്കാണ്. നിങ്ങൾ കണ്ടല്ലോ, ഇതിനൊരു ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഇങ്ങനെ ഒന്ന് തുറന്നു കൊടുക്കാം. നമ്മൾ ഇൻസൈഡ് ഔട്ടാക്കി. അപ്പോൾ നമുക്ക് നല്ലൊരു വട്ടം കിട്ടും. ഓക്കെ, ഇതിലേക്ക് നമുക്ക് ഇതുപോലെ തന്നെ പഞ്ഞി ഇങ്ങോട്ട് ഇൻസേർട്ട് ചെയ്യാം. പ്രധാനമായിട്ട് ഇതിൻ്റെ ഈ കോർണറുകൾ നന്നായിട്ട്. അപ്പോൾ ഇതിനെ നന്നായിട്ട് ഞാൻ ഫില്ല് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പം നന്നായിട്ട് ഫില്ലായിട്ടുണ്ട് കണ്ടോ, നല്ല കുടുക്കായിട്ടിരിക്കുന്ന കണ്ടോ നിങ്ങൾ. ഇപ്പം നല്ല സുന്ദരമായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ പോർഷൻ ഇതിനെ നമുക്ക് ഉള്ളിലേക്ക് വെച്ചതിന് ശേഷം നമുക്ക് ഒന്നുകിൽ ഗ്ലൂ ഗൺ ഉപയോഗിച്ച് നമ്മളെ നന്നായിട്ട് നല്ല ടൈഡി ആയിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഒട്ടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സൂചി നൂല് ഉപയോഗിച്ചൊന്ന് തയ്ച്ചു കൊടുത്താലും മതിയാവും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? കണ്ടോ, അപ്പോൾ നമ്മുടെ പെറ്റൽസ് എല്ലാം നമ്മൾ പഞ്ഞി കൊണ്ട് ഫില്ല് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ തടുക്ക് വെക്കുന്നത് നമ്മുടെ ഇഡലി പോലെ ഇരിക്കും നമ്മുടെ ഇത് കണ്ടിട്ടല്ലേ. അപ്പോൾ ഇവനെ നമ്മൾ നിറച്ച് വെച്ചേക്കാണ്. എല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് സൂചി നൂലും എടുക്കൂ. എല്ലാവരും പോയി സൂചി നൂലും എടുത്തേ. വേണ്ട, റെഡി കണ്ടോ. ഞാൻ റെഡ് കളറിലെ നൂല് തന്നെ എടുത്തു. അപ്പോൾ ഇനിയിപ്പം ഒരു വിധത്തിലും കാണത്തില്ലല്ലോ. ഇനിയിപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തിരിക്കുന്ന പഞ്ഞിയൊക്കെ നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്തിട്ട് നല്ലൊരു ഷേപ്പ് വേണം. നമ്മുടെ ഫ്ലവറിന് നല്ലൊരു ഷേപ്പ് വേണം കണ്ടോ. എന്നിട്ട് ഇങ്ങനെ എക്സ്ട്രാ നിൽക്കുന്ന ഒന്നും ഓർത്ത് നിങ്ങൾ പറയാണ്ട്, കാരണം ഇവരെല്ലാം നമ്മൾ അകത്ത് വിടാൻ പോകുന്നവരാണ്. ഇവരെ നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് പിടിച്ചതിന് ശേഷം നമ്മൾ ഇവരെ തയ്ക്കാൻ പോവാം. ഇതാ നോക്കണേ, സൂചി നൂലും എടുത്തിട്ട് നമ്മൾ ഒരറ്റത്തുനിന്ന് ഇതാ ഇങ്ങനെ കണ്ടോ. ചുമ്മാ നമ്മളിങ്ങനെ കോർത്ത് തയ്ക്കത്തില്ലേ, ചുമ്മാതെ ഒരലവലാതി തയ്യലെന്ന് വേണമെങ്കിൽ പറയാം. നമ്മളിങ്ങനെ ചുമ്മാ തയ്ച്ചു കൊടുക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഈസി, ആർക്കും ചെയ്യുന്നൊരു കാര്യമല്ലേ. ഇങ്ങനെ തയ്ക്കണം കണ്ടോ. ഇങ്ങനെ നല്ല ഇച്ചിരി കട്ടിയുള്ള നൂലെടുത്ത് തയ്ച്ചു കേട്ടോ. ഇനിയിപ്പോൾ സാധാരണ നൂലാണെങ്കിൽ 2 ഡബിളായിട്ട് നിങ്ങൾ നേരിട്ട് തയ്ച്ചാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ 5 പേരെയും ഇതുപോലെ തന്നെ തയ്ച്ചു കൊടുക്കുക. നിങ്ങൾ കണ്ടല്ലോ എന്നെ എളുപ്പമാണ്. ഇതാ കണ്ടോ, നമ്മളിങ്ങനെ മുട്ടിച്ച് ഇവരെ ചുമ്മാ കോർത്ത് തയ്ക്കുക. ഓരോരുത്തരും കയ്യിലോട്ട് എടുക്കുക. ഇതാ നമ്മളിങ്ങനെ തയ്ച്ചു കൊടുക്കണം. കണ്ടല്ലോ, കൂടുതലൊന്നും ഇല്ല. ഇത് കണ്ടോ, ഇങ്ങനെ വെക്കുക, നമ്മളിങ്ങനെ തയ്ച്ചു കൊടുക്കുക. അപ്പോൾ ഇത് 6 പെറ്റൽസ് നമ്മൾ ഇതുപോലെ തന്നെ തയ്ച്ച് ഇതിനെതാ ഇങ്ങനെ വെച്ചൊന്ന് യോജിപ്പിക്കാൻ പോവാം. കണ്ടല്ലോ, മനസ്സിലായല്ലോ? ഇത് മുഴുവൻ ഞാൻ ചെയ്തിട്ട് വരട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ സമയം വെറുതെ നിങ്ങളതിന് ഇത് മാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇത് ലാസ്റ്റ് വണ്ണായിട്ട് ഞാൻ ഓർത്ത് നിങ്ങളെ ഇതോടെ ഒന്ന് കാണിച്ചേക്കാന്ന്. എന്നെ എളുപ്പമാണ് നോക്കിയേ ഇത് ചെയ്യാനല്ലേ. ഇപ്പം തന്നെ ഇതിനൊരു ഷേപ്പ് വരുന്നത് നിങ്ങൾ കണ്ടോ? ഈ പെറ്റൽസ് എല്ലാവരോടും ഒരുമിച്ച് ചെയ്തപ്പോൾ അവർക്ക് എല്ലാവർക്കും കൂടെ നല്ലൊരു ഷേപ്പ് വരുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? എല്ലാം റെഡി ആയിട്ടുണ്ട്. പക്ഷെങ്കിൽ ഇത് ശരിക്കും ഞാനിത് ചുരുക്കിയിട്ടില്ല. ഞാൻ ഇനി ഇതിനെ ചുരുക്കാൻ പോവാം കേട്ടോ. ഇതാ നമ്മളിങ്ങനെ ചുരുക്കി ഒരു രസം കേൾക്കണോ? ഞാൻ അവസാനം വരെ തയ്ച്ച് വന്നതല്ലേ ഒരു നൂലിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇതേ മുറുക്കാൻ വന്നപ്പോഴേക്ക് ഞാനോർത്ത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള നൂലാണ്. എവിടെ ടക്കേന്ന് പൊട്ടിപ്പോയി. അതുകൊണ്ട് ദേ രണ്ടാമത്തെ നൂലെടുത്ത് ഞാൻ തയ്ച്ചു വരുവാണ്. ഇനി ആദ്യം തൊട്ട് നിങ്ങൾ ഒന്നുകൂടെ കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഞാനിത് കാണിക്കാഞ്ഞത്. ഇപ്പം ഞാൻ ദേ തയ്ച്ചേക്കുന്നത് നമ്മുടെ കമ്പിളി നൂല്. എൻ്റെ ഇവിടെ നിന്നൊരു കമ്പിളി നൂല്, അതൊക്കെ നല്ല റെഡ് കളർ, ഇതിന് നല്ല മാച്ചിങ് ആയിട്ടുണ്ട് കേട്ടോ. ദേ കണ്ടോ. അപ്പോൾ ഇതാണെങ്കിൽ ഒരിക്കലും എന്താ പറയുക പൊട്ടിപ്പോകത്തില്ലല്ലോ ആ ഒരു വിശ്വാസത്തിൽ ഞാൻ ഇവനെ എടുത്തോണ്ട് നിങ്ങൾ കെട്ടുമ്പോഴേ, കാരണം ഇത്രയും കട്ടിയുള്ള അല്ലെങ്കിൽ ഇത്രയും വലിയ പെറ്റൽസ് അല്ലേ, അതെ നല്ല സ്ട്രോങ് ആണ്. ഇവരൊക്കെ നന്നായിട്ട് ചുരുങ്ങി വരുന്നത് നിങ്ങൾക്ക് കാണാവോ? കണ്ടോ കണ്ടോ എന്ത് ഭംഗിയായിട്ട് ഇപ്പം വന്നേക്കുന്നത് നോക്കിയേ. കണ്ടോ, ഇനി നിങ്ങളുടെ അടുത്ത് വെച്ചാൽ ഇവരെ നല്ല സുന്ദരമായിട്ട് ടൈറ്റ് ചെയ്ത് ഓരോ പെറ്റൽസിനെയും നല്ല ഭംഗിയായിട്ട് ഒരു കുഞ്ഞ് സഞ്ചി പോലെ ഇത് വരും കേട്ടോ. അങ്ങനെ എന്നിട്ട് നമുക്ക് എന്താക്കണം, ഇവരെ ഇങ്ങനെ കെട്ടിടാം. അപ്പോൾ ഇവരുടെ അകം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, അതാ ഇൻസൈഡ് നല്ലതായിട്ട് ചുരുങ്ങിയിരിക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിനെ ഒന്ന്
ഇതുപോലെ കെട്ടിട്ട് കൊടുക്കാം. ഇത് നല്ല സുന്ദരമായിട്ടിപ്പം കെട്ട് വീണിട്ടുണ്ട്. നോക്കിക്കേ, നമ്മുടെ ഫ്ലവർ ഇപ്പം നല്ല സുന്ദരമായിട്ടിരിക്കുന്നത് കണ്ട്. നമുക്ക് ഇതിനകത്ത് വെക്കുവാൻ വേണ്ടി ഉള്ള പാർട്ടാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി തയ്ച്ച് അവനെ നല്ല സുന്ദരമാക്കി വെച്ചിട്ടുണ്ട്. ഒന്നുകിൽ ഇത് ഇഡലിയുടെ ഷേപ്പ്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മണ്ണിൻ്റെയൊക്കെ ഷേപ്പ് അല്ലേ, നല്ല രസമല്ലേ കാണാൻ. അപ്പോൾ ഇവൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഫിക്സ് ചെയ്യണം. കണ്ടോ, നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് നല്ല കുടുക്കാ പോലെ ഇരിക്കും. നോക്കിക്കേ നിങ്ങൾ, കണ്ടോ, ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഇതിൻ്റെ ചുറ്റും ഞാൻ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ടാണ് ഇതിനെ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ നല്ല എളുപ്പമായിരിക്കും. നിങ്ങൾക്ക് ഗ്ലൂ ഗൺ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തയ്ച്ച് പിടിപ്പിക്കാം. അപ്പം തയ്ച്ച് പിടിപ്പിക്കുന്നത് ഇച്ചിരി ഹാർഡായിരിക്കും. തയ്ക്കാം, ഡെഫിനറ്റ്ലി തയ്ച്ച് പിടിപ്പിക്കാം. പക്ഷേങ്കിൽ ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതായിരിക്കും. നിങ്ങൾ ഇതിനെ ഇങ്ങനെയാണ് ഫിക്സ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നന്നായിട്ടൊന്ന് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഒട്ടിച്ച് കൊടുക്കുക. ഇത് കണ്ടോ നമ്മൾ ഗ്ലൂ ഗൺ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളിവനെ നന്നായിട്ട് സ്പീഡിൽ തന്നെ ഒന്ന് ചെയ്ത് കൊടുക്കാം. പിന്നെ അനങ്ങാതെ എവിടെ ഇരുന്നോളും. ഞാനൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. നോക്കിക്കോളൂ, ഇത് നന്നായിട്ട് ഇതിനെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഇവരെല്ലാവരും നല്ല സുന്ദരമായിട്ട് ഒട്ടിക്കോളും. ഇതാ, അപ്പം നമ്മുടെ ഈ ഭാഗത്ത് നമ്മളിത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ കാണാൻ നല്ല ഭംഗി നിങ്ങൾക്ക് തോന്നില്ലേ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്. അപ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് ഇതുപോലെ തന്നെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാ, ഇതുണ്ട്, ഇതിനകത്തോട്ട് വെക്കുന്നു. എന്നിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ ഗ്ലൂ, നമുക്കിത് ചേറ വെച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഏയ് കണ്ടോ, കണ്ടോ, ഇത് കാണാൻ നല്ല ഭംഗി നിങ്ങൾക്ക് തോന്നില്ലേ. അപ്പൊ നിങ്ങൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കി വെക്കണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഞങ്ങളെ പോലെ തന്നെ നിങ്ങളും ആസ്വദിച്ചു എന്ന് തന്നെ കരുതട്ടെ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇട്ട കുറച്ച് വീഡിയോസ്, അതിൽ പ്രധാനമായിട്ടും എനിക്ക് എടുത്തു പറയേണ്ടത് നമുക്ക് നമ്മുടെ ബേബി ഡോള്, അതുപോലെ തന്നെ നമ്മൾ വൂള് കൊണ്ടുണ്ടാക്കിയ ആ ബെയർ ഒക്കെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു. അതിൽ കുറേ ആൾക്കാർ എനിക്കത് ഉണ്ടാക്കിയതിന് ശേഷം എനിക്ക് ഫേസ്ബുക്ക് പേജിലേക്ക് അത് പോസ്റ്റ് ചെയ്തിരുന്നതിൻ്റെ പിക്ചർ സഹിതം. അല്ലെ, നിങ്ങൾക്കും പേജ് ലൈക്ക് ചെയ്തതിന് ശേഷം ദയവായിട്ട് നിങ്ങൾക്ക് മെസ്സേജ് ഇടാവുന്നതാണ്. ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്താലോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് പ്രയോജനപ്പെട്ടെന്ന് തന്നെ ഞാൻ കരുതട്ടെ. നമുക്ക് വീണ്ടും ഇതുപോലുള്ള നല്ലൊരു സബ്ജക്റ്റുമായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു, ബൈ.